ഹലോ എവ്രി വൺ. എൻട്രി ടെക്നിക്കൽ എക്സാംസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ AAI ATC എക്സാമിനേഷൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ATCയുടെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ലൈവിലൊക്കെ പലരും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കേൾക്കാറുണ്ട്. ATCയുടെ ട്രെയിനിങ് 3 വർഷം ഉണ്ടാവുമോ? ട്രെയിനിങ് കമ്പൽസറി ആണോ? ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് എങ്ങനെയായിരിക്കും? ഒരുപാട് ഡൗട്ട്സ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ATC ട്രെയിനിങ് എന്നതിൻ്റെ A to Z വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പലരും 3 വർഷത്തെ ട്രെയിനിങ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. 3 വർഷമില്ല, ആക്ച്വലി 8 months ആണ് ATCയുടെ ട്രെയിനിങ് വരുന്നത്. അത് 8 months എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 34 വീക്സ് ആണ് വരുന്നത് കേട്ടോ. സോ 34 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സാംസ് ഉണ്ടാകും. സോ ഏകദേശം 8 months പ്ലസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്രയും ഡ്യൂറേഷൻ ആണ് ATCയുടെ ട്രെയിനിങ്ങിൽ വരുന്നത്. അല്ലാതെ 3 വർഷത്തെ ട്രെയിനിങ് ഒന്നും എവിടെയും ATCക്ക് വരാറില്ല. പിന്നെ ട്രെയിനിങ് നടക്കുന്നത് പ്രധാനമായിട്ടും 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. അതിൽ ഒന്ന് നമ്മുടെ CATC അലഹബാദ്, അതായത് നമ്മുടെ എയർ ട്രാഫിക് ട്രെയിനിങ് കോളേജാണ് അലഹബാദിലുള്ളത്. അതിനുശേഷം HTC ഹൈദരാബാദും പിന്നെ നിയാറ്റം ഗോണ്ടിയ. സോ ഗോണ്ടിയയിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എയർ ട്രാഫിക് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് അങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് നിങ്ങളുടെ ട്രെയിനിങ് നടക്കുക. ഓക്കെ, ഇതല്ലാതെ വേറെ ട്രെയിനിങ് ഓപ്ഷൻസ് ഇല്ല. ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അതിനുള്ള താമസിക്കാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ CATC ആണ്, ഇത് അലഹബാദിലുള്ളത്. അതിനുശേഷം ഹൈദരാബാദ് ട്രെയിനിങ് സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഗോണ്ടിയയിലുള്ള നിയാറ്റം ട്രെയിനിങ് സെൻറ്ററും നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഒരു റെഫറൻസിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക? സോ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിഗറസ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. ഈ ജോലിയുടെ നേച്ചർ എന്താണെന്നൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ ഒരു ATC ആണ്, ATCയുടെ റോൾ എന്താണ്, ATC ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ കോമെൻറ്റ്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ATCയുടെ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി. ഒരുവിധം എല്ലാ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും 3 കോഴ്സസ് ആണ് നിങ്ങൾ ATCയുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് പഠിക്കുന്നത്. ഒന്ന് എയറോഡ്രോമും, അടുത്തത് അപ്രോച്ചും, നെക്സ്റ്റ് ഏരിയയുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത് ഓരോന്നും എന്ത് ട്രെയിനിങ് ആണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏരിയ കൺട്രോൾ സെൻറ്റർ ACCയിൽ നിന്നും നമ്മുടെ ഫസ്റ്റത്തെ ട്രെയിനിങ്, അതായത് എയറോഡ്രോം ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ് നമ്മളിവിടേക്ക് പറയുന്നത്. സോ അവിടെ നിങ്ങൾ എയറോഡ്രോം അല്ല, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഏരിയ കൺട്രോൾ ആണ്. സോ ഏരിയ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ സ്പേസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലൈറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നതും അത് ഏത് എയർ സ്പേസിലൂടെയാണ് പോകുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ട് അതിനുണ്ടായിരിക്കണം അല്ലേ. കാരണം മൾട്ടിപ്പിൾ എയർപോർട്ട്സിൽ നിന്നുമുള്ള മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് പോകുന്നതാണ്. സോ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വിട്ട് എയർ സ്പേസിലേക്ക് എയർക്രാഫ്റ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന കൺട്രോൾ, അതിനെയാണ് നമ്മൾ ഏരിയ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഏരിയ കൺട്രോൾ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന കോഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അപ്രോച്ച് കൺട്രോൾ ആണ്. സോ അപ്രോച്ച് എന്ന് പറയുന്നത് പേരിൽ പറയണ പോലെ തന്നെ എയർപോർട്ടിലേക്ക് അപ്രോച്ചിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സും അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ലീവ് ചെയ്യുന്നതുമായിട്ടുള്ള മേ ബി നമുക്ക് പറയാം ഒരു സ്പെസിഫിക് വിസിനിറ്റിയിൽ നിന്നും ഒരു എയർപോർട്ടിന്റെ ഇത്ര കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫ്ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ അപ്രോച്ച് കൺട്രോൾ എന്ന് പറയുന്നത്. മറ്റത് എയർ സ്പേസിലുള്ള വിമാനങ്ങളെ പൈലറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിസിനിറ്റിയിലുള്ള ഇത്ര കിലോമീറ്റേഴ്സിന്റെ ചുറ്റളവിലുള്ള കാണാൻ പറ്റുന്ന എയർക്രാഫ്റ്റ്സിനെ ഇത് വളരെ ബിസി ആയിട്ടുള്ള എയർപോർട്ട്സും മേ ബി ഫോർ എക്സാമ്പിൾ മുംബൈ എയർപോർട്ട്സ് ഒക്കെ പോലെയുള്ളതാണെങ്കിൽ പെർ അവർ എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലൈറ്റ്സ് ആണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഓരോന്നിനും ഒരു കറക്റ്റ് സ്പേസ് കൊടുത്ത് ഓരോന്നിനും ഒരു കറക്റ്റ് സ്ലോട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ ആ ലാൻഡിംഗ് ഒക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ അപ്രോച്ച് കൺട്രോൾ ട്രെയിനിങ് അല്ലെങ്കിൽ അപ്രോച്ച് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എയറോഡ്രോം കൺട്രോൾ ആണ്. സോ അത് വീണ്ടും നിങ്ങളുടെ എയർപോർട്ടിന് ചുറ്റും അല്ലെങ്കിൽ ആ എയറോപ്ലെയിൻ ഒക്കെ ലാൻഡ് ചെയ്യുന്ന റൺവേ ഇല്ലേ, അവിടെ വരുന്ന കാര്യങ്ങൾ
കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയറോഡ്രോം കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എയർക്രാഫ്റ്റിൽ നിന്ന് ടാക്സിയിലേക്ക് പാസഞ്ചേഴ്സിനെ മാറ്റുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ടേക്ക് ഓഫും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ടേക്ക് ഓഫിന്റെ എന്ന് വെച്ചാൽ ഇത്രയും മൈൽസിന്റെ ഉള്ളിലുള്ളതല്ല, നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് എയർ സ്പേസിൽ കാണാൻ പറ്റുന്ന ആ ഒരു ഏരിയയിലുള്ള എയർക്രാഫ്റ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ എയറോഡ്രോം കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മുടെ കോഴ്സിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ക്ലാസ്സസിലേക്ക് വരാം. ഡെഫിനറ്റ്ലി തിയറി ക്ലാസ്സസും പ്രാക്ടിക്കൽ ക്ലാസ്സസും ഉണ്ടാകും. ഇഷ്ടം പോലെ ലാബുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോഴ്സസിൽ കൂടുതലായിട്ടും സിമുലേഷൻസ് ആണ് കാണിച്ചു തരിക. നമ്മളിപ്പം പഠിക്കുന്ന പോലെ നോട്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അത് അങ്ങനെ ഓക്കെ മേ ബി തിയറി ഉണ്ടാകും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആക്ച്വൽ ആയിട്ടുള്ള ഒരു പൈലറ്റ് ടു ATC കോൺവെർസേഷൻ, അതിന്റെ സിമുലേഷൻസ് അങ്ങനെയൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ലാബുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതൊന്നും മിസ്സാക്കാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം തന്നെ. ഇനി ക്ലാസ്സിന്റെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ക്ലാസ്സസ് ആകെ 5 ദിവസം, മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ തന്നെ സാറ്റർഡേയും സൺഡേയും ഫുള്ളി ഓഫ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം, ബട്ട് അറ്റ് ദ സെയിം ടൈം പുറത്ത് പോകണമെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ സിറ്റിയിൽ പുറത്ത് പോയി ജസ്റ്റ് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ എടുത്തിട്ട് പോവാം. പക്ഷേ ഈ ട്രെയിനിങ്ങിൻ്റെ 8 മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എമർജൻസിക്ക് അല്ലാതെ വലിയ ലീവ്സ് ഒന്നും കിട്ടില്ല. ഓക്കെ, അത് ഞാൻ ആദ്യം പറയാം. നിങ്ങളുടെ എമർജൻസി കേസസ്, ജെന്യുവൻ കേസസ് ഒക്കെ ആണെങ്കിൽ അവർ ലീവ് പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത സമയത്ത് ഒരുപാട് ലീവ്സ് വെറുതെ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ, കിട്ടാൻ സാധ്യതയില്ല. സാറ്റർഡേ സൺഡേ ഓഫാണ്, ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ 9:30 to 1:30 നിങ്ങൾക്ക് ആദ്യം ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു മണിക്കൂർ ബ്രേക്കാണ്, അതിനുശേഷം അത് ലഞ്ച് ബ്രേക്കാണ്. അതിനുശേഷം വീണ്ടും റെസ്യൂം ചെയ്യുന്നത് 2:30-ക്കാണ്. 2:30 തൊട്ട് 5:30 വരെ വീണ്ടും ഒരു 3 മണിക്കൂർ, ഒന്നെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ ലാബ്, ഇതായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് വരുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇതിൻ്റെ അവസാനം ഒരു ടെസ്റ്റ് ഉണ്ടാവുമെന്ന്. അവസാനം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും ഡെഫിനറ്റ്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് സർപ്രൈസ് ടെസ്റ്റ് ഒന്നുമല്ല, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ ഓൾറെഡി പോർഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. സോ ആ പോർഷൻസ് ആയിരിക്കും മൺഡേ നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് വരിക. അതിന് പക്ഷേ നിങ്ങളുടെ ഫൈനൽ ഇതിലേക്കുള്ള പാസിംഗ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അങ്ങനത്തെ ടെസ്റ്റുകളല്ല. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജസിലൊക്കെ കാണുന്ന പോലത്തെ എക്സാംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ മേ ബി അതുകൊണ്ട് കൂടി ആയിരിക്കും നമ്മൾ സാറ്റർഡേ സൺഡേ പുറത്ത് പോകണമെങ്കിൽ പെർമിഷൻ എടുക്കുക എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. ഇത് ഡെഫിനറ്റ്ലി റിഗ്രസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്, അപ്പോൾ പഠിക്കാൻ അത്യാവശ്യം ഉണ്ടാകും. അപ്പോൾ അത് ഡെയിലി പഠിച്ചു പോകുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലതല്ലേ. സോ അതുകൊണ്ടാണ് ലോങ് ലീവ്സും അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലും ലാബുകൾ മിസ്സായാലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ലോങ് ലീവ്സ് ഒന്നും അങ്ങനെ പെർമിറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രസ് കോഡ് നോക്കുകയാണെങ്കിൽ ഡ്രസ് കോഡ് കംപ്ലീറ്റ്ലി ഫോർമൽ ആണ് കേട്ടോ. സോ ഇനി ഫോർമൽ ഡ്രസ് കോഡ് തന്നെയാണ്, അതായത് ഫോർമൽ പാൻസും ഫോർമൽ ഷർട്ട്സും ഫോർമൽ ഫുട്വെയർ ഒക്കെ തന്നെയാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ലീവ്സ് പോളിസി, അത് ഞാൻ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു തന്നു. സോ നോർമലി ലീവ്സ് നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിൽ മാത്രമാണ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ലീവ് കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ലീവ് കിട്ടും. മീൻസ് നിങ്ങൾക്ക് വൺസ് പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻസിനാണ് ലോങ് ലീവ്സ് കിട്ടുള്ളൂ. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, ബട്ട് വിത്ത് പെർമിഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ATCകൾക്കും വേണ്ടി മാത്രമായി, ട്രെയിനീസിന് വേണ്ടി മാത്രമായിട്ടുള്ള കാഫറ്റേരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് അടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ 8 AM to 9:30 നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് ആണ്. 1:30 to 2:30 ആ ബ്രേക്കിൻ്റെ സമയത്താണ് ലഞ്ച്. പിന്നെ നിങ്ങൾക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ടാകും. അതിനുശേഷം വീണ്ടും 8 PM to 9:30 PM നിങ്ങൾക്ക് ഡിന്നറും കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫുഡ് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾ മെസ്സിൽ ഫുഡിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അതൊക്കെ സബ്സിഡൈസ്ഡ് റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അത് നിങ്ങളുടെ സാലറിയിൽ നിന്നും പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. നിങ്ങൾ പുറത്ത് പോയി കഴിക്കുന്ന ആ രീതിയിലായിരിക്കില്ല, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റ്സിലായിരിക്കും നിങ്ങൾക്ക് ഫുഡ് ഇവിടെ അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ട്രെയിനിങ് സെന്റേഴ്സിലുള്ള അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്വിപ്മെന്റ്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്, ഇഷ്ടംപോലെ സമയവും നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ സ്വിമ്മിംഗ് പൂൾ അടക്കം തന്നെ നിങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി. ഇതും പലരും ഡൗട്ട് ചോദിച്ച കാര്യമാണ്.
ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് എങ്ങനെയാണ് അല്ലേ? നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അല്ല, സാലറി തന്നെയാണ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് മുമ്പ് കിട്ടുന്ന നിങ്ങളുടെ മെയിലിൽ എത്രയാണോ CTC പറഞ്ഞിരിക്കുന്നത് ബേസിക് പേ, അതും അതിന്റെ പെർക്സും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50,000 ആണ് നിങ്ങളുടെ ബേസിക് പേ എങ്കിൽ അതുകൂടാതെ അതിന്റെ DA TA എല്ലാം കൂടെ വന്നിട്ട് ഏകദേശം ഒരു 75,000ന്റെ അടുത്തേക്ക് എന്തായാലും വരും. അപ്പോൾ പ്രോപ്പർ സാലറി ആണ് നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് കിട്ടുന്നത്, അല്ലാതെ സ്റ്റൈപ്പൻഡ് അല്ല. ഓക്കെ, ഇനി എല്ലാവരും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ലാസ്റ്റ് വരുന്ന എക്സാം അല്ലേ? സോ ലാസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു എക്സാം ഉണ്ട്. സോ ഇവിടെ പല സബ്ജക്റ്റുകളും ഉണ്ടായിരിക്കും, അതുകൂടാതെ ലാബും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80% ആണ്. 35-40% അല്ല, 50% പോലും അല്ല, മസ്റ്റ് ആയിട്ടും 80% തന്നിരിക്കണം. അപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾ പാസ്സായില്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്ട്സിന് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതോടുകൂടി നിങ്ങൾ അവിടുന്ന് പുറത്താക്കൊന്നുമില്ല. നിങ്ങൾക്ക് 3 ചാൻസസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. സോ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ചാൻസസും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഇനി അതും കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ ATC ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്നും പോകാനായിട്ട് പറയുള്ളൂ. ഓക്കെ, പക്ഷെ അത് വളരെ 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 റെയർ ആണ്. നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറലി സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ, ഇനി കിട്ടാത്തവർക്ക്, ഫസ്റ്റിൽ കിട്ടാത്തവർക്ക് എന്തായാലും സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും. 3 അറ്റംപ്റ്റിലും കിട്ടാതെ പോകുന്ന ആൾക്കാർ വളരെ റെയർ ആയിട്ടാണ്, വളരെ പെർസെൻറ്റേജ് വളരെ സാധ്യത കുറവാണ്, ആക്ച്വലി നിന്ന് വേണമെങ്കിൽ പറയാം, അത്രയും റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കാരണം. നിങ്ങൾക്ക് അവിടെ ലാബും കൂടി നടക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ ലാബും കൂടി ട്രെയിനിങ് നടക്കുന്നത് കാരണം അത്ര വലിയ സീൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഫൈനൽ ആ ഒരു സിമുലേഷൻ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി അതിൽ നിങ്ങൾ ഒരു കോഴ്സിൽ മേ ബി ഫെയിൽ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നിങ്ങളെ PIP-യിലേക്ക്, അതായത് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഇടും. സോ അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ റെമഡിയൽ ക്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെ അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അടുത്ത അറ്റംപ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ കാര്യം. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ ഒരു ATC, ഒരു ടവറിന്റെ ഇൻചാർജ് ആയിട്ട് അവർ കൊണ്ട് പ്ലേസ് ചെയ്യൊന്നുമില്ല അല്ലേ? നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് റിയലി ലോജിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ അസിസ്റ്റന്റ് ആയിരിക്കും, നിങ്ങൾക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടാകും, നിങ്ങൾ ATC ആയിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരു മെയിൻ കൺട്രോളേഴ്സ് ഉണ്ട്, നമ്മൾ ആൽഫ എന്നൊക്കെ വിളിക്കുന്ന മെയിൻ കൺട്രോളേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ATCകൾ ഉണ്ടാകും. ഓക്കെ, സീനിയേഴ്സ്, അവരുടെ കൂടെ നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് മിനിമം ഒരു 1.5 വർഷമെങ്കിലും നിങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലി തരുള്ളൂ. ഓക്കെ, യു വിൽ ബി പോസ്റ്റഡ്, പക്ഷേ നിങ്ങളുടെ പ്രൊഫൈല് ATC ആണ്, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ATC ആണ്, പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റുകളായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ കംഫർട്ടബിൾ ആയി ഒക്കെ പ്രോപ്പർ ആയിട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലികൾ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ജസ്റ്റ് ഫ്രഷ്ലി ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ അടുത്ത്, സിമുലേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ അടുത്ത് ആക്ച്വൽ റിയൽ ലൈഫിലെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എയർക്രാഫ്റ്റുകളാണ്, എത്ര പേരുടെ ജീവനാണ് അല്ലേ? ഭയങ്കര റിസ്ക് ആണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അസിസ്റ്റന്റ് ആ പ്രൊഫൈല് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലികൾ വരുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ചാർജസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കൺട്രോൾ യൂണിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. സോ ഇറ്റ്സ് ഓൾ ടേക്കൺ കെയർ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത് മാത്രമല്ല, നമ്മുടെ ATCയുടെ ജോലിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ യൂട്യൂബ് ചാനലിലെ ATC പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ATCയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കോമൻസിൽ ചോദിച്ചാൽ മതി. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്നവരിലേക്കും കൂടി എത്താൻ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇനി വീണ്ടും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉടനടി കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആ ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.